ഗൈസ്, ഇന്ന് ഞാൻ ആ സത്യം അറിഞ്ഞു. എൻ്റെ അനിയനൊരു കൈവേറിയാണ്. അപ്പോൾ ഓൻ്റെ കഴിവ് എന്താണെന്നല്ലേ കാണിച്ചു തരാം. ഓന് ഒരു വേടൻ ഫാനാണ്. വേടൻ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഓന് വേടൻ വെച്ചാൽ ഓൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിംഗറാണ് ഓന്. അപ്പം ഇന്ന് നമുക്ക് ഓൻ്റെ വേടൻ്റെ ഒരു സോങ് കേൾക്കാം. ഓൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പാടി നടക്കുന്ന ഒരു പാട്ടാട്ടോ. അപ്പോൾ വാ പോയി ഓനെ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് പാടി തരുമോയെന്ന്. അപ്പോൾ വാ. അവൻ വേട ഫാനാണെങ്കിലും ഗബ്രീൻ്റെ പാട്ടാട്ടോ പറഞ്ഞ. ഞങ്ങൾക്ക് പാട്ട് പഠിത്തരുമോ? ഏത്? ഗബ്രീൻ്റെ സൂസൈഡ് നോട്ട്. റെഡിയല്ലേ? എന്നാ ഓക്കെ. വിളിച്ചപ്പൊരുത്തന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മിണ്ടാണ്ടായി. നല്ലൊരു നാളെ കാത്തിരുന്നപ്പോൾ ഇന്നത്തെ ദിവസം കാണാണ്ട് വല്ലവനും വന്ന് വിലയിരുത്തുന്ന കാണുമ്പോൾ ഞാനെങ്ങനെ ഇല്ലാണ്ടായി. സ്വയം ഞാൻ സ്വയം എന്നെ തന്നെ ഇല്ലാണ്ടായി. രക്തം കൊണ്ട് നിന്നെഴുതിയ വരി ചന്ദനം മണക്കില്ല. മുഴുത്ത ശക്തിയനല്ല ശക്തനെന്ന സങ്കടം എനിക്കില്ല. മുഴുത്ത ചക്ക വീണപ്പോൾ ചത്ത മുയൽ കൊമ്പുകൾ എനിക്കില്ല. ഈ പിത്ത തടിയിൽ കത്തിക്കേറിയാലും പൊട്ടിക്കരയില്ല. ഞാനങ്ങ് മരിച്ചു മണ്ടണി ഞാൻ ഹരിച്ച് ഗുണിച്ച് കെണിച്ച് വന്നിട്ട് കണക്കുകളൊക്കെ പേക്കുന്നല്ലാണ്. പഠിച്ച പടമിനിയൊരു കിളമാകില്ലൊരു ഭാരം. പോയങ്ങ് ചാവുന്നതാണല്ലോ ഭേദം. ഞാനൊക്കെ ചത്താർക്കനിച്ചതും അവൻ്റെ കാര്യം. ഐസൊടുങ്ങുമ്പോൾ 1000 പേരും 1000 നാവുകൾ ആയുധമാകും. അതിൽ ഞാനൊരു കാതികനാകും. തനിക്ക് താനും കൊരക്കത്തുള്ളൂ പരക്കം പച്ചിലിനൊടുക്കുമാകും. ഒരൊരുതുമായി വിധിക്കപ്പെട്ടവനെ പല വഴിയിൽ ചതിക്കപ്പെട്ടവൻ. വിവിധ തരത്തിൽ ഒതുക്കപ്പെട്ടവനെ പല വഴിയിൽ ഒതുക്കം വന്നവൻ. ശരിയാവൻ മടുപ്പ് വന്നവൻ ഒടുത്ത തുണി കൊണ്ടുണ്ടാക്കിയ കൊടുക്കുക. അത് കിടന്ന് പഠിച്ച് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മറക്ക്. കൈ തറക്കാൻ കൈ മുറിക്കാൻ എൻ്റെ ഉള്ളിൽ വിതുമ്പല്ലിന് ഓളം തെല്ലുമ്പോൾ അടിയലിന് ഒഴുകി നടന്ന കുന്നുമ്പല്. അന്നല്ലത് വിളിച്ചപ്പോൾ ഒരുത്തനും വില നിറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാണ്ടായി. നല്ലൊരു നാളെ കാത്തിരുന്നപ്പോൾ ഇന്നത്തെ ദിവസം കാണാണ്ടായി. വല്ലവനും ഒന്ന് വിലയിരുത്തുന്ന കാണുമ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായി. സ്വയം ഞാൻ സ്വയം എന്നെ തന്നെ ഇല്ലാണ്ടായി. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല. മുഴുത്ത ശക്തിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. മുഴുത്ത ചക്ക വീണപ്പോൾ ചത്ത മുയൽ കൊമ്പുകൾ എനിക്കില്ല. ഈ പിത്ത തടിയിൽ കത്തിക്കേറിയാലും പൊട്ടിക്കരയില്ല. അതെയോ? മതി. ശ്വാസം കിട്ടി. റിച്ചുവിൻ്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ